بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. قال الله تعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم. سورة البقرة 144. قد نرى تقلب وجهك في السماء فلنولينك قبلة ترضاها فول وجهك شطر المسجد الحرام وحيث ما كنتم فولوا وجوهكم شطره وإن الذين أوتوا الكتاب ليعلمون أنه الحق من ربهم وما الله بغافل عما يعملون. صدق الله العظيم. സൂറത്തുൽ ബഖറ 143 ആയത്തുകൾ പഠിച്ച മഹാന്മാരും മഹതികളുമാണ് ഇവിടെ ഇരിക്കുന്നത്. അൽഹംദുലില്ലാഹ്. ഇന്ന് ഞാൻ ഓതിയിട്ടുള്ളത് 144 ആയത്താണ്. ഇൻഷാ അല്ലാഹ് ഇത് തുടരും അല്ലേ? സാധാരണ ഞാൻ പോയാൽ വരുന്ന ഒരാൾ വരും എന്നാണ് വിചാരിക്കുന്നത്. അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പം എന്തായാലും പരിശുദ്ധ റമദാൻ മാസം ഖുർആനിൻ്റെ ആളുകൾ വളരെ സജീവമാകുന്ന ഒരു മാസമാണ് ഷഹറുൽ ഖുർആൻ. അപ്പം നമ്മൾ എല്ലാവരെക്കാളും മുന്നിൽ ഉണ്ടാവണം. സാധാരണ നാട്ടുകാരെക്കാളും മുന്നിൽ ഖുർആനിൻ്റെ വിഷയത്തിൽ. കാരണം നമ്മളെ മാസം അത്, നമ്മൾ സജീവത്തിൻ്റെ മാസമാണ്. ഏതായാലും കുറച്ച് ആയത്തുകളിലായിട്ട് ഖിബില മാറ്റത്തെ സംബന്ധിച്ച് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഖിബില മാറ്റത്തെ സംബന്ധിച്ച് ഈ ഓതിയ ആയത്താണ് ശരിക്ക് അതങ്ങോട്ട് ഉറപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഖിബില മാറ്റാൻ ഉള്ള നേർക്ക് നേരെയുള്ള നിർദ്ദേശം കിട്ടുന്ന ആയത്ത്. എന്താണ് പറയുന്നത്? വാക്കർത്ഥം നമുക്ക് പരിശോധിച്ച് നോക്കാം. ഖദ് എന്ന് പറഞ്ഞാൽ നിശ്ചയമായും, തീർച്ചയായും, ഇന്ന എന്നൊക്കെ പറയാറില്ലേ? നറ നാം കാണുന്നു, നറ നാം കാണുന്നു. തഖല്ലുബ തിരിയുന്നത്, തിരിഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ, തിരിഞ്ഞുകൊണ്ടിരിക്കൽ. വജ്ഹിക താങ്കളുടെ മുഖത്തിന്റെ തിരിഞ്ഞുകൊണ്ടിരിക്കൽ. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ വജ്ഹതു വജ്ഹിയ, എൻ്റെ മുഖം, എൻ്റെ മുഖം. വജ്ഹിയ എൻ്റെ മുഖം, വജ്ഹിക നിന്റെ മുഖം. ഫിസ്സമാ ആകാശത്തിൽ എന്ന് പറഞ്ഞാൽ ആകാശത്തിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതിന്. ഫ അതിനാൽ ല എന്തായാലും തീർച്ചയായിട്ടും നുവല്ലിയന്നക നിന്നെ നാം തിരിക്കും. ഖിബലതൻ ഖിബലയിലേക്ക് തർവാഹ
താങ്കൾ അതിനെ ഇഷ്ടപ്പെടുന്നു. അത് എന്നുള്ളതിനുള്ള പദമാണ് ഹാ. തർവാഹ, താങ്കൾ അതിനെ ഇഷ്ടപ്പെടുന്നു. ഫ, അതുകൊണ്ട് അപ്പോൾ അങ്ങനെ വല്ലി, തിരിക്കുക, വജ്ഹക, താങ്കളുടെ മുഖത്തെ, ഷത്ര, നേരെ, അൽ മസ്ജിദിൽ ഹറാം, മസ്ജിദുൽ ഹറാമിന് നേരെ, വഹൈസുമാ കുൻതും, താങ്കൾ എവിടെയായിരുന്നാലും, ഫവല്ലു, നിങ്ങൾ തിരിക്കുക, വുജൂഹക്കും, നിങ്ങളുടെ മുഖത്തെ, ശത്രുഹു, അതിൻ്റെ നേരെ, വഇന്നല്ലദീന, തീർച്ചയായും ഒരു കൂട്ടർ, ഊത്തുൽ കിതാബ്, അവർ വേദഗ്രന്ഥം നൽകപ്പെട്ടവരാണ്, ലയഅലമൂന, അവർ അറിയുക തന്നെ ചെയ്യുന്നു, അന്നഹുൽ ഹഖ്, അതാണ് സത്യം എന്നവർക്കറിയാം, മിർ റബ്ബിഹിം, താങ്കളുടെ രക്ഷിതാവിൽ നിന്നുള്ള സത്യം, വമല്ലാഹു, അല്ലാഹു അല്ല, ബിഗാഫിലിൻ, അശ്രദ്ധ ഉള്ളവൻ, അൻമാ യഅ്മലൂൻ, അൻ സംബന്ധിച്ച്, മാ ഒന്നിനെ, യഅ്മലൂൻ അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ പറ്റി അശ്രദ്ധനല്ല. നിന്റെ മുഖം ഇങ്ങനെ ഇടക്കിടക്ക് ആകാശത്തേക്ക് ഉയരുന്നതും തിരിയുന്നതും ഒക്കെ നാം കാണുന്നുണ്ട്. അതുകൊണ്ട് നിനക്കിഷ്ടപ്പെടുന്ന ഖിബലയിലേക്ക് നിന്നെ നാം തിരിക്കുകയാണ്. ഇനി മുതൽ മസ്ജിദുൽ ഹറാമിൻ്റെ നേരെ നീ നിന്റെ മുഖം തിരിക്കുക. നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങൾ അതിൻ്റെ നേരെ മുഖം തിരിക്കുക. വേദം നൽകപ്പെട്ടവർക്ക് ഇത് തങ്ങളുടെ നാഥനിൽ നിന്നുള്ള സത്യമാണ് എന്ന് നന്നായി അറിയാം. അവർ പ്രവർത്തിക്കുന്നതിനെ പറ്റി അള്ളാഹു ഒട്ടും അശ്രദ്ധനല്ല. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ഇതിൻ്റെ ഒരു പശ്ചാത്തലമൊക്കെ ധാരാളമായിട്ട് വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി ഇതിൻ്റെ ആശയം പ്രത്യേകിച്ച് പറയാതെ തന്നെ നമുക്കൊക്കെ അറിയാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം നമ്മൾ ഇതിൻ്റെ വിശദീകരണവും കൂടി മറ്റ് ആയത്തുകളുടെ വിശദീകരണത്തോടൊപ്പം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരുപാട് പാഠങ്ങളുണ്ട്. ഈ ഒരു സംഭവത്തിൽ ഒരുപാട് പാഠങ്ങളുണ്ട്. ഓരോ സംഭവത്തിലും പാഠങ്ങളുണ്ട്. ഖിബലമാറ്റം എന്ന് പറയുന്ന വലിയ മഹാസംഭവത്തിൽ നമുക്ക് വലിയ പാഠമുണ്ട്. അതെന്താണെന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. എന്തൊക്കെയായിരിക്കും അതിലുള്ള പാഠങ്ങൾ എന്നതിനെ സംബന്ധിച്ച്. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയും ആഗ്രഹിച്ചു ഇങ്ങനൊരു ഖിബലമാറ്റം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ആഗ്രഹിച്ചതാണ് ഇങ്ങനെ ഒരു ഖിബലമാറ്റം. കാരണം മക്ക നിവാസികളുടെ ദേശീയവും വംശീയവും ഗോത്രപരവുമൊക്കെ ആയിട്ടുള്ള പക്ഷപാത മനസ്സിൽ നിന്ന് അവരെ മോചിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് ആദ്യം എങ്ങോട്ട് തിരിയാൻ പറഞ്ഞത്? ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിയാൻ പറഞ്ഞു. കാരണം ഞങ്ങൾ കഅബയുടെ ആൾക്കാരാണ്, അത് കൊണ്ട് പ്രത്യേക ആദരവ് കിട്ടേണ്ടവരാണ് എന്നൊക്കെയുള്ള ഒരു വികാരം സ്വാഭാവികമായിട്ട് അവർക്കുണ്ടായിരുന്നു. ഞങ്ങൾ ഇതിൻ്റെയൊക്കെ ഒരാൾക്കാരാണ്. അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ ഇസ്ലാമിൻ്റെ ആൾക്കാരാണ് ആകേണ്ടത്, ദീനിൻ്റെ ആളുകളാണ് ആകേണ്ടത്. ബാക്കിയുള്ളതൊക്കെ നമ്മുടെ ഗോത്രപരവും വംശപരവുമായിട്ടുള്ള ശീലങ്ങളും ചിന്തകളുമാണ്. എല്ലാ ചിന്തകളിൽ നിന്നും നിങ്ങളുടെ ചിന്തയെ അള്ളാഹുവിലേക്ക് മാറ്റണം, തിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ആദ്യം ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിയാൻ പറഞ്ഞത്. അപ്പം തന്നെ കുറെ ആൾക്കാർ എന്തായിട്ടുണ്ട്?
കാരണം അവർക്ക് അവരുടെ കഅബാന്നും ഞങ്ങളുടെ കഅബാന്നൊക്കെ ഉള്ള ഒരു വിചാരമുണ്ട്. അത് ശരി, ഇതിപ്പോ അവിടെ നിന്നൊക്കെ മാറി വേറെ എങ്ങോട്ട് വേണോ എന്നുള്ള. പക്ഷെ അന്നേരം വേറൊരു സംഭവം ഉണ്ടായി. ആ സംഭവം എന്താണ്? ജൂത ക്രൈസ്തവരായിട്ടുള്ള ആൾക്കാര്, ജൂതന്മാരും ക്രൈസ്തവരുമായവര് അവിടെ വമ്പിച്ച പ്രചാരം നടത്തി. മുഹമ്മദ് ഇപ്പോ തിരിഞ്ഞിക്കുന്നത് നമ്മൾ തിരിഞ്ഞിക്കുന്നിടത്തേക്കാണ്. ഇന്നിപ്പോ നമ്മൾ തിരിഞ്ഞിക്കുന്നിടത്തേക്ക് തിരിഞ്ഞു നിന്നിട്ട് നിസ്കരിക്കും, നാളെ നമ്മൾ പറഞ്ഞതൊക്കെ കേൾക്കൂ, നമ്മൾ പറഞ്ഞിടത്തേക്ക് തന്നെ വരും. അപ്പൊ വ്യത്യാസം ഒന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ പറയുന്നിടത്തേക്കാണ് എന്ത് ചെയ്യാ മുഹമ്മദ് വരിക എന്നവരിങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ട്. ഇത് വളരെ വലിയ ഒരു ഭാരവും പ്രയാസവുമായിരുന്നു. പ്രത്യേകിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്തിയതോട് കൂടിയിട്ട് റസൂലുള്ളാഹിന്റെ പ്രവർത്തനങ്ങളും റസൂലുള്ളാഹിന്റെ നടപടികളുമൊക്കെ മദീന രാഷ്ട്രത്തിന്റെ തലവൻ എന്ന നിലക്ക് കൂടിയാണ്. അപ്പോൾ രാഷ്ട്രീയമായിട്ട് ചിന്തിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഇസ്രായേൽ ആധിപത്യത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു വഴിയിലൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർ പിന്നീട് പോവുക ജൂതന്മാരുടെയും ക്രൈസ്തവരുടെയും വഴിയിലേക്ക് തന്നെയാണ് എന്ന് പറഞ്ഞാൽ അത് വലിയ ഒരു പരിക്ക് ഈ ഒരു സൊസൈറ്റിക്ക് ഉണ്ടാക്കും. അപ്പോൾ ആളുകൾക്ക് ഇതിനോടുള്ളൊരു വിശ്വാസ്യത തകരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലും നാളെ എന്താ സംഭവിക്കാന്ന് അറിയാൻ പറ്റൂല എന്നുള്ള ആൾക്കുള്ള സംഗതികൾ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചിരുന്നു അതിൽ നിന്നൊന്ന് മാറിയിട്ട് ഇതിന്റെ മൊത്തം കാര്യങ്ങൾ എന്ത് ചെയ്യണം, കഅബയിലേക്ക് തന്നെ തിരിയുന്നൊരു സാഹചര്യം ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചു. ആ ആഗ്രഹം, നബിക്കൊരാഗ്രഹം ഉണ്ടായാല് നബി ചെയ്യുന്നതാണ് അള്ളാഹിനോടാണ് പറയാ. നമുക്ക് ആഗ്രഹം ഉണ്ടായാല് നമ്മൾ എല്ലാവരോടും പറയും, അള്ളാഹിനോട് പറയാൻ മറന്നു പോകും ചിലപ്പോ, നിങ്ങളെ പറ്റിയല്ല. അപ്പോ അള്ളാഹിനോട് പറയാന്നുള്ളതാണ് മുഅ്മിനീങ്ങളുടെ ഒരു സ്റ്റൈല് അല്ലേ. നിങ്ങള് അവിടെ അപേക്ഷ കൊടുത്തിരുന്നോ എന്ന് ചോദിച്ചപ്പോ മറ്റാൾ ചോദിച്ചില്ലേ എവിടെ ഏതോ കമ്മിറ്റി ഞാൻ ചോദിച്ചിട്ടേ ഞാൻ പറഞ്ഞില്ലേ പണ്ട്. അപ്പൊ എവിടെ? അല്ല അള്ളഹാനോട്. അള്ളയാ എന്ന് ചോദിച്ചില്ലേ എന്ന് പറഞ്ഞാൽ ഇയാൾ വമ്പിച്ച പ്രതീക്ഷയിലായിരുന്നു ഇയാളെ മൊത്തം കാര്യം ഇപ്പം നടക്കുമെന്നുള്ളേ. അപ്പൊ അതിനോണ്ടാണ് നിങ്ങളവിടെ കൊടുത്തീനോ, കൊടുക്കേണ്ടി കൊടുത്ത അപേക്ഷ കൊടുത്തീനോ എന്ന് വെച്ചപ്പോ ഇയാൾ ഉടനെ അതിന്റെ അഡ്രസ്സ് ചോദിച്ചത്. അത് അള്ളാണെന്ന് പറഞ്ഞപ്പോ അയാൾക്ക് എന്തായി, അതുവരെയുള്ള പ്രതീക്ഷ പോയിട്ട് അയാള് അല്ലയാ എന്ന് ചോദിച്ചു. ഇത് അയാളെ പറഞ്ഞിട്ട് കാര്യമില്ല. പലപ്പോഴും നമ്മളുടെ അപേക്ഷകൾ അവസാനം കൊടുക്കുന്ന സ്ഥലമാണ് അള്ളാഹ്. ഡോക്ടർ പാതിചാരിയ ICUവിന്റെ വാതിലിനിടയിലൂടെ പച്ചയൊക്കെ ധരിച്ച് നമ്മളോട് പറയും, ഇനി നിങ്ങൾ ദൈവത്തോട് പറഞ്ഞോളൂ. ഇനി നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതുവരെ മൂപ്പര് മുഖ്യമായിരിക്കാണ്. ഇനി എന്ന് പറഞ്ഞാല് നമ്മൾ ആദ്യം ഉണ്ടായ പള്ളവേദനന്റെ ഫസ്റ്റ് സിഗ്നൽ കിട്ടിയപ്പോ തന്നെ പറഞ്ഞത് ആരോടാണ്? അള്ളാഹിനോടാണ്. ഇനി മുറിച്ചു മാറ്റാൻ കഴിയാണ്ട് മൊത്തം അതിങ്ങനെ എല്ലായിടത്തേക്കും ബാധിച്ചിട്ടുണ്ട്, ഇനി ഒരു രക്ഷയില്ല എന്നുള്ളപ്പോഴല്ല നമുക്ക് അള്ളാഹിനെ ഓർമ്മ വന്നത് എന്ന് വരണം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇടക്കിടക്ക് ഇങ്ങനെ നോക്കും. എന്താ നോക്കണത്? നമ്മൾ പോസ്റ്റ്മാനെ കാത്തിക്കൂല. ഇങ്ങനെ ഏതോ ഒരു സൈക്കിൾ വരുമ്പോഴേക്കും ഇനി ഇപ്പോഴല്ല കേട്ടോ, പണ്ട് ഇന്ന് പോസ്റ്റ്മാനും ഇല്ല സൈക്കിളും ഇല്ല. പോസ്റ്റ് കാർഡ് വായിച്ചത് മുതൽ വരാണ്ടായതാണെന്നാണ് പറയുന്നത്. പോസ്റ്റ് കാർഡ് കുറേ നടന്നു പോയിട്ട് കുന്നും മലയും കയറിയിട്ട് പോകേണ്ട ഒരു പുരയിലേക്ക് ഒരു കത്ത് വന്നാണ്, ഒരു പോസ്റ്റ് കാർഡേ. അപ്പോൾ അയാളിങ്ങനെ വായിച്ചു നോക്കിയപ്പോൾ ഇവിടെ ഞങ്ങൾക്കൊക്കെ സുഖമാണ്, അവിടെ നിങ്ങൾക്കും സുഖമാണെന്ന് കരുതുന്നു, എഴുത്ത് ചുരുക്കുന്നു. പോസ്റ്റ്മാൻ പിന്നെ പിൻകപ്പ് സൂക്കേട് എന്നും പറഞ്ഞിട്ട് അത് തോട്ടിലേക്ക് വലിച്ചെറിഞ്ഞാണ്. കാരണം ഇയാൾ ഇത്ര ഗതിയായിട്ട് അതിൻ്റെ ഉള്ളിൽ പോയാൽ ഇതല്ലേ ഇപ്പൊ പറയാനുള്ളത് എന്നുള്ളത്. അപ്പൊ കത്തുകളുടെ ഒക്കെ പ്രസക്തി നഷ്ടപ്പെട്ടു. പക്ഷെ അന്നത്തെ ഒരു കഥ അറിയുന്നവർക്ക് വേഗം പറഞ്ഞാൽ മനസ്സിലാവും. പോസ്റ്റ്മാനെ വഴിക്കണ്ണോട് കൂടിയില്ലേ ഇങ്ങനെ കാത്തു നിൽക്കുന്ന.
വഹി വരുന്നുണ്ടോ, ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നുണ്ടോ, വിവരപ്പോ കിട്ടുമോ എന്നുള്ള നിലക്ക് ഇങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണുകൾ ഇങ്ങനെ ആകാശത്തേക്ക് പായിക്കുകയാണ്. അപ്പൊ ഇത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ആയത്ത് ഇറങ്ങുന്നത്. ഇങ്ങനെ നോക്കണേ ഞാൻ കാണുന്നുണ്ട്, മനസ്സിലായോ? അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ ഖുർആനിൽ ജിബ്രീൽ അലൈഹിസ്സലാം എന്തു പറഞ്ഞു അതെല്ലാം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് കട്ട് ചെയ്തിട്ട് ഇനിയിപ്പോ ഇങ്ങോട്ട് തിരിഞ്ഞോന്ന് പറഞ്ഞു മാത്രം എഴുതിയാലും അവിടെ വിധി അവിടെ കിട്ടും. നമുക്ക് ആവശ്യമായ വിധി വിലക്കുകളാണല്ലോ ഖുർആനിലുള്ളത്. അപ്പോൾ നീ ഇങ്ങനെ നോക്കുന്നത് ഞാൻ കാണുന്നുണ്ട് എന്നൊന്നും പറയാതെ തന്നെ എന്താണ് ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം, ഇനി താങ്കളുടെ മുഖം കഅബയുടെ നേരെ തിരിച്ചോളൂ എന്ന് പറഞ്ഞാൽ തന്നെ ഖിബല മാറ്റായി. പക്ഷേ അതിൻ്റെ മുമ്പേ ആകാശത്തേക്ക് താങ്കളുടെ മുഖം തിരിഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ നാം കാണുന്നു എന്നൊക്കെ പറയുന്നതിൻ്റെ അതും ഇതിലുണ്ട്. എന്താ കാര്യം? ജിബ്രീൽ അലൈഹിസ്സലാം എന്താണോ പറഞ്ഞു കൊടുത്തത് അതങ്ങനെ തന്നെ നമുക്ക് തരികയാണ് വിശ്വാസം ചെയ്തത്. ഖുൽ എന്ന് പറയുന്നത് ധാരാളം കാണാം ഖുർആനിൽ. അഊദു റബ്ബിൽ ഫലഖ് എന്ന് തന്നെ പോരെ, ഞാൻ പുലരിയുടെ രക്ഷിതാവിനോട് അഭയം തേടുന്നു. പക്ഷെ ഖുൽ നീ പറയുക, അപ്പൊ നീ പറയുക എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞപ്പോൾ അതും അവിടെ നീ പറയുക. കാരണം ഖുർആൻ ഇറങ്ങുമ്പോൾ ഒന്ന് നബി സ്വന്തമായിട്ട് എന്ത് ചെയ്തില്ല, ഒഴിവാക്കുകയോ കൂട്ടിച്ചേർക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. നബീനെ വിമർശിച്ചതുകൊണ്ട് ഖുർആനിൽ, നബീനെ വിമർശിച്ചതുകൊണ്ട് എന്നാ അതങ്ങ് ഒഴിവാക്കിക്കളയാ. ഇതിപ്പോ ആൾക്കാർ കേട്ടാ മോശമല്ലേ, എന്നോട് നബി അല്ല എന്നോട് ഇങ്ങനെ പറഞ്ഞ് ഇപ്പൊ ഇവരെല്ലാരും കൂടി കേട്ടാ എന്നെ പറ്റി എന്ത് വിചാരിക്കും, ഞാൻ പോലെ നേതാവല്ലേ എന്നൊന്നും വിചാരിച്ചില്ല. അല്ലേ? എത്ര ആയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു നടപടിയെ വിമർശിച്ചിട്ടുള്ളതായിട്ട് പോലും അതും ഖുർആനിൽ അങ്ങനെ തന്നെ തന്നില്ല. സത്യസന്ധതയാണ്. അറിവ് കൈമാറുന്നിടത്ത് നിഷ്പക്ഷമായിട്ടുള്ള ഒരു രീതിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതൊക്കെ അതിൻ്റെ പാടാണ് കേട്ടോ. അപ്പോ നിന്റെ മുഖം ഇടക്കിടക്ക് ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് നാം ശ്രദ്ധിച്ചിട്ടുണ്ട്, നാം അത് കാണുന്നുണ്ട്. കാണാത്തൊന്നുകൊണ്ടൊന്നല്ല ഇതുവരെ ഇറക്കാൻ നിന്നത്, ഇതിനൊക്കെ സമയമുണ്ട് എന്നാണ്. അതുകൊണ്ട് താങ്കൾ ഇഷ്ടപ്പെടുന്ന കഅബയുടെ താങ്കൾ ഇഷ്ടപ്പെടാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെടുന്നത് വ്യക്തിപരമായ എന്തോ ഒരു സംഗതിന്റെ പേരിലല്ല. ഈ ഒരു സൊസൈറ്റിയിൽ നിന്ന് ലീഡർഷിപ്പ് എടുത്ത് എന്ത് ചെയ്യേണ്ടിയുണ്ട്, അടുത്ത ഈ സമൂഹത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടേണ്ടതുണ്ട്. ജൂത ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് മൊത്തം ലീഡർഷിപ്പ് എടുത്തിട്ട് ഇങ്ങോട്ട് മാറ്റണം. അതിനാണ്. അപ്പൊ അതുകൊണ്ട് ഇനി നിങ്ങൾ എവിടെ പോയാലും എന്ത് ചെയ്യണം, നിങ്ങളുടെ ഖിബ്ല പരിശുദ്ധ കഅബയുടെ ചുറ്റിലുള്ള മസ്ജിദുൽ ഹറാമിലേക്കായിരിക്കണം എന്നാണ്. ഇവിടെ കഅബയിൽ നിസ്കരിച്ചവരെന്ന് കൈബന്ധിക്ക്, കഅബയിൽ നിസ്കരിച്ചു. ഓക്കെ. നിങ്ങളൊരു പൂതി പറയാണ്, നിങ്ങൾ നിസ്കരിച്ചത് മസ്ജിദുൽ ഹറാമിലാണ്. കഅബയിൽ നിസ്കരിക്കാറിന വാതിൽ തുറന്നിട്ട് യൂസുഫ് അലിയൊക്കെ നിസ്കരിക്കണമായിരിയാണ്. യൂസുഫ് അലിയും ഇയാം സാഹിബും ഹസനാജിയും ഒക്കെ അതിൻ്റെ അകത്ത് കയറിയിട്ട് നിസ്കരിച്ചു തരാം. നിങ്ങൾ പൊന്തിച്ച് കൈ പൊന്തിച്ച് ഒക്കെ ചിലപ്പോ ഉണ്ടായിക്കോ നമ്മളവിടെ പോകുമ്പോ ഇതില് തർക്കമില്ലല്ലോ, വരി കയറിക്കോളി രണ്ടരക്ക നിസ്കരിച്ചോളി എന്ന് പറഞ്ഞാൽ ഇപ്പൊ കക്കോടി മാലിന്റെ ജനറൽ സെക്രട്ടറി ഒക്കെ അല്ലേ, അപ്പോ നിങ്ങൾ വന്ന് നിസ്കരിച്ചോളി എന്ന് പറഞ്ഞാ നമ്മൾ കഴിച്ചില്ലേ. അപ്പൊ നിങ്ങളെന്റെ പേരോടി പറയണ്ട, കൂടെ ഒരാളുകൂടി ഉണ്ട്. അതൊരു സംഗതി, നമ്മളൊരു സ്വപ്നമാണ്. അതിൻ്റെ ഉള്ളിൽ കയറി അങ്ങോട്ടും തിരിഞ്ഞ് നിസ്കരിക്കാതുള്ളതാണ്. അപ്പൊ അതിന്റെ ചുറ്റിലുള്ള പള്ളിക്കാണ് മസ്ജിദുൽ ഹറാം എന്ന് പറയാം, വിശുദ്ധമാക്കപ്പെട്ട പവിത്രമാക്കപ്പെട്ട പള്ളി. അപ്പൊ അതിന്റെ നേരെ എന്ന് പറഞ്ഞാൽ അതിന്റെ ഭാഗത്തേക്കാണ് തിരിയുക. അത് അങ്ങനെ അള്ളാന്റെ വലിയൊരു കാരുണ്യാണ്. കാരണം അത് വളരെ പിന്നെ അങ്ങനെ ഉണ്ടല്ലോ, വളരെ കൃത്യമായിട്ട് ഇങ്ങനെ ഒരു നൂല് പിടിച്ചിട്ട്, ഇപ്പോഴല്ലേ നമ്മളെ കയ്യിൽ ഈ സാധനമൊക്കെ ഉള്ളത്. പണ്ടൊക്കെ കൊല്ലങ്ങളോളം പിന്നെ തെറ്റുണ്ടാക്കിയ പള്ളിയിൽ നിന്നൊക്കെ ആൾ നിസ്കരിച്ചു പോയിട്ടുണ്ട്. കാരണം ആശാരി കുറ്റടിക്കുന്ന സമയത്ത് ഇത് വെച്ച് നോക്കുമ്പോൾ ലേശം അങ്ങോട്ടോ മാറിയിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് തന്നെ നിസ്കരിക്കൽ തന്നെയാണ്. പിന്നെ ആർക്കും അത് അറിയില്ല. കുറച്ച് വടക്കോട്ടായി പോയിണ്ടാവും, ചിലപ്പം തെക്കോട്ടായി പോയിണ്ടാവും, അങ്ങനൊക്കെ ഉണ്ടാവും. അല്ലെ കൃത്യം പടിഞ്ഞാറോട്ട് തന്നെ ആയി ഉണ്ടാവും. ഇന്നിപ്പോൾ അങ്ങനെയല്ല. അന്ന് ഒരാൾ വന്നിട്ട് പിന്നെ മൊബൈൽ എടുത്ത് ഇങ്ങനെ വെച്ച് നോക്കിയാൽ കാണാം. അപ്പോൾ ഉടനെ തന്നെ കമ്മിറ്റിക്കാരെ വിളിച്ചു പറയും,
ഇത് ശരിയല്ല, അപ്പോൾ ചെക്ക് ചെയ്യും, മാറ്റൊക്കെ ചെയ്യും. ഇപ്പം അതിനുള്ള സൗകര്യങ്ങളുണ്ട്, മുമ്പൊക്കെ അങ്ങനെ. അപ്പം അങ്ങനെ ഒരു ചെറിയ ചെരിവ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ഉണ്ടായാൽ അതിൻ്റെ മുകളിൽ നിങ്ങളെ നിസ്കാരം മൊത്തം ബാത്തിലായി പോണ കേസൊന്നുമില്ല. ഷത്രൽ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാമിൻ്റെ ഭാഗത്തേക്ക് തിരിയാണ് നിങ്ങൾ വേണ്ടത് എന്ന നിലക്കാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ തിരിയാം. അപ്പം ഇത് ഇവരിൽ വല്ലാത്ത ഒരു പ്രശ്നം ഉണ്ടാക്കി, ഒരു വിറളി പിടിച്ചു അവർക്ക്. ആർക്ക്? യഹൂദികൾക്ക്, ക്രിസ്ത്യാനികൾക്ക്. കാരണം ഓരിതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന വാദം പൊളിയാണ്. അങ്ങനൊന്നല്ല, ഇത് ഒരു ഡിഫറൻറ്റ് ഐഡിയോളജിയാണ്. ഇത് A to Z വേറെ തന്നെ ഒരു സാധനമാണ്. പറഞ്ഞില്ലേ, അൽ മാഇൽ മിൻ അദിയാനിൽ ബാത്തിൽ ഇലാ ദീനിൽ ഹഖ്, എല്ലാ ബാത്തിലായ ദീനിൽ നിന്നും ഹക്കായ ദീനിലേക്ക് ചായുന്ന, ചെരിയുന്ന ഇതൊരു സെപ്പറേഷൻ തന്നെയാണ്. അപ്പൊ അവർക്ക് ചൂടായി. എന്താവശ്യത്തിനാണ് ഇത് മാറ്റിയത്? പിന്നെ എന്താണ് അവിടെ നിന്ന് കൊണ്ട് മാറിയത്? അപ്പൊ ഇജിത്തിനെ നിസ്കരിച്ചൊക്കെ വെറുതെ അതിനോ? മനസ്സിലായേ? ഈ മുഹമ്മദിനൊരു നിലപാടില്ല, അയവമ്പനാണ്, കുറെ അങ്ങോട്ട് കുറെ ഇങ്ങോട്ട്, കുറെ പറയും അങ്ങനെ, കുറെ എങ്ങനെയെന്ന് അറിയും. ഇനിയിപ്പോൾ നാളെ എങ്ങോട്ടാന്ന് ആർക്കറിയാം എന്നൊക്കെ തരത്തിലുള്ള വർത്താനങ്ങൾ. കാരണം ഇവരെ പ്രശ്നം, ഇവരുടെ പിടുത്തം വിട്ട്, ഇവരുടെ കയ്യിൽ നിന്ന് പോയി എന്നതാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല പറയുന്നത്, എന്താണ് പറയുന്നത്? ഇന്നല്ലദീന ഊതുൽ കിതാബ്, കിതാബ് നൽകപ്പെട്ട ആളുകളെ സംബന്ധിച്ച് എന്താണ്? ലയഅലമൂന, അവരറിയുക തന്നെ ചെയ്യുന്നുണ്ട്. അന്നഹുൽ ഹഖ്ഖു മിർ റബ്ബിഹിം, തങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള സത്യമാണ് ഈ ഇറങ്ങുന്ന വഹി എന്നൊക്കെ അവർക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം ഒരു വേദം പഠിച്ച ആൾക്കാരും വേദത്തിന്റെ ഒരു ഘടന ഒക്കെ മനസ്സിലാവുന്ന ആൾക്കാരുമാണ്. അപ്പൊ അവർക്കറിയാം ഈ വിധിവിലക്കുകൾ എവിടെ നിന്ന് വരുന്നതാണ്, അള്ളാഹുവിൽ നിന്ന് വരുന്നതാണെന്ന് ഇവർക്കറിയാം. പക്ഷേ അവരെന്താണ്? അവരുടേതായ വഴികേടിന് ന്യായം ചമച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു അല്ല ബിഗാഫിലിൻ, അശ്രദ്ധനായവൻ, ഗഫലത്തുള്ളവനല്ല. എന്താണ്? അമ്മാ യഅ്മലൂൻ, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ചൊന്നും യാതൊരു അശ്രദ്ധയും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്ന് പറയാം. അപ്പൊ നമ്മൾ കൊടുക്കുന്ന റിപ്പോർട്ട് വായിക്കലല്ല അവിടുത്തെ മലക്കള പണി. നമ്മളെന്താ ചെയ്തതെന്ന് വെച്ചാൽ, നമ്മൾ കൊടുക്കുന്ന റിപ്പോർട്ട് ഉണ്ടല്ലോ, നമ്മളോടിപ്പോൾ നമ്മളെ അമലിന്റെ റിപ്പോർട്ട് എടുക്കാൻ പറഞ്ഞാൽ എന്തൊരു മൊഞ്ചുണ്ടാവും അല്ലെ? 2 ഭാഗത്ത് മാർജിനൊക്കെ വരച്ച് മേലെ താഴെ സ്ഥലമൊക്കെ വിട്ട് നമ്മളിങ്ങനെ രസകരമായിട്ട് ചെയ്തു. സുബഹി, ലോഹർ, അസ്ർ, മഗ്രിബ്, ഇശാ, ദിക്ർ, ദുആ, സലാത്ത്, സലാം അല്ലേ? പിന്നെ ഖുർആനൊക്കെ എത്ര നമ്മൾ പഠിച്ച്, എത്ര ക്ലാസ്സിനാണ് നമ്മൾ പോയത്. അതിന്റെ പുറമെ തജ്വീദ് ക്ലാസ്സിന് വേറെയും പോയി. ക്ലാസ്സിന് പോയത് മാത്രം തന്നെ ഉണ്ടാവും വലിയ കിതാബ് മറിച്ച് എഴുതാൻ. ഇങ്ങനെ ഭയങ്കര ഒരു സംഗതി റിപ്പോർട്ടായിട്ട് നമ്മളൊക്കെ റെഡിയിൽ അങ്ങനെ റിവ്യൂ ഒക്കെ എഴുതി ഇങ്ങനെ സമർപ്പിക്കും. ആർക്ക് വേണം? നിങ്ങൾ എഴുതിയതല്ല അവിടെ ഉണ്ടാകുക. അവിടെ അല്ലാഹു തആല ഏൽപ്പിച്ചിട്ടുണ്ട് റെക്കോർഡ് ചെയ്യാൻ. മനസ്സിലായില്ലേ? അള്ളാഹ്ക്ക് ഒരു അശ്രദ്ധ നിങ്ങളെ കാര്യത്തിലില്ല. നമ്മുടെ സഹോദര മതക്കാരൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പൊ ഉത്സവങ്ങളുടെ ഒക്കെ ഒരു സമയമാണ് അല്ലേ? എല്ലാ സ്ഥലത്തും ഈ പടക്കം പൊട്ടിക്കുന്നത് എന്തിനാണ്? ദൈവങ്ങളെ ഉണർത്താൻ വേണ്ടിയാണ്. എന്ന് പറഞ്ഞാൽ ദൈവങ്ങൾ ഉറങ്ങുകയാണ്, കണ്ണു തുറക്കാത്ത ദൈവങ്ങൾ, അങ്ങനെയാണ്. അപ്പോ ദൈവങ്ങൾ കണ്ണു തുറക്കാതെ എങ്ങനെ ഉറങ്ങാം? അവിടെ പോയിട്ട് പടക്കം പൊട്ടിച്ച് ഉണർത്തുകയാണ്. അമ്പലങ്ങളിലേക്ക് പോകുമ്പോ വാതില് നട തുറക്കുന്ന സമയത്ത് മണിയടിക്കും, എന്നറിയുമ്പോ ദൈവം എന്താവും? ഉണരും. ആ ഉണരുമ്പോൾ കൈകൂപ്പി നിൽക്കുന്നവരെ പ്രസാദിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ലാ തഖുദുഹു സിനത്തും വലാ നൗം. എന്നാൽ അള്ളാഹിനെ പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെ ഉറങ്ങുന്ന ആളല്ല, മയങ്ങുന്ന ആളും അല്ല എന്നാണ്. എന്താണ് ഈ ഉറക്കവും മയക്കവും തമ്മിലുള്ള വ്യത്യാസം? ഉറക്കം എന്ന് പറഞ്ഞാൽ പോരേന്ന് ഉറങ്ങുന്നത്, മയക്കം എന്ന് പറഞ്ഞാൽ ക്ലാസ് എന്ന് പറയുന്നത്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ? അപ്പൊ ബോധപൂർവം തീരുമാനം എടുത്തിട്ട് ചെയ്യണതാണ് ഉറക്കം. മയക്കം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തുറന്നു വെച്ചിട്ടും എന്തായി പോവാണ്? സ്ലിപ്പായി പോവാറ്. ഇതിനാണ് മയക്കം എന്ന് പറയാം. അള്ളാഹുവിനെ സംബന്ധിച്ച് ഇത് രണ്ടും ഇല്ല. അള്ളാഹു ഇങ്ങനെ മയങ്ങിപ്പോയില്ല, ഉറങ്ങിയില്ല. ഇതാണ് അള്ളാഹിന്റെ പ്രത്യേകത. അപ്പൊ ഏത് സെക്യൂരിറ്റി ഗാർഡിനെ നമ്മളാക്കിയാലും ആ സെക്യൂരിറ്റി ഇങ്ങനെ മസലൊക്കെ പൊട്ടിച്ച് ഇങ്ങനെ സംഭവമാക്കി ഇങ്ങനെ നിന്നാലും ഇടയ്ക്ക് എന്തായി പോകും?
ഒന്ന് മയങ്ങിക്കും. അപ്പോഴേക്കും ആക്രമണം ഉണ്ടാവും. നമ്മൾ വെച്ച CCTV മറ്റതൊക്കെ ആണെങ്കിലും ഏതോ ഒരു സമയത്ത് വയറ് ലൂസ് കണക്ഷൻ ഇത് തന്നെ കണ്ടില്ല നിങ്ങൾ, ഇത് അങ്ങനെ പിടിച്ചേക്കുക. അപ്പൊ ഇതിങ്ങനെ പിടിക്കാത്ത വെച്ചാൽ കൈ അടയണേനെ. അപ്പൊ ഇവിടെ ഒരു താങ്ങുണ്ടെങ്കിൽ അവിടെ നിന്നോളൂ. ഏത് ഉപകരണത്തിനും എന്ത് സംഭവിക്കും? നീനോട് ദേഷ്യം പിടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അല്ല ഞാൻ ദേഷ്യം പിടിക്കുകയും ദേഷ്യം പിടിച്ചൊരു കാര്യമില്ല. മൈക്കോ അങ്ങനെ തന്നെ, എല്ലാം അങ്ങനെയാണ്. അള്ളാഹിനെ സംബന്ധിച്ച് മാത്രമാണ് ഒരു നിമിഷത്തിന്റെ എത്രയോ ഒരു അംശം പോലും എന്തില്ല, ഒരശ്രദ്ധല്ല, ഫുൾ ടൈം ആണ്. മയക്കല്ലാതെ ഉറക്കല്ലാതെ എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ആ റെക്കോർഡ് നമ്മളെ കയ്യിലേക്ക് ഇങ്ങോട്ട് തരും എന്നാണ്. അതിനുള്ള ഓരോ സംവിധാനമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എഴുതാനില്ലേ. നമ്മളെ അടുത്ത ചുമല് അപ്പൊ നമ്മൾ പണ്ട് പറയലുണ്ടായിന് ഇങ്ങനെ വെറുതെ ഭർത്താൻ പറഞ്ഞ് മലക്കൊക്കെ പണി ഉണ്ടാക്കണ്ടെന്ന്. അപ്പൊ നമ്മളന്ന് വിചാരിച്ചെന്താ അറിയോ, കുത്തിരുന്ന് എഴുതുക. നമുക്ക് അന്ന് എഴുതിയൊക്കെ എന്ന് പറഞ്ഞാൽ ആകെ ഓർമ്മ ഉള്ളത് പെന്നോണ്ട്. അതന്നെ ഏത് ജാതി പെന്നെ നമുക്ക് അറിയുള്ളൂ, മഷി നറുക്കണ ജാതി പെന്നെ അറിയുള്ളൂ. അപ്പൊ ഇങ്ങനെ എഴുതുക, മഷി തീർന്ന പിന്നെയും മുക്കിപ്പാരുക, പിന്നെയും ഇങ്ങനെ എഴുതന്നെ. അങ്ങനെ എഴുതുന്ന രണ്ട് മലക്കൾ. ഇപ്പൊ നമുക്ക് മനസ്സിലായി ഇങ്ങനെ രേഖപ്പെടുത്തലെങ്കിൽ മഷി നിറയ്ക്കൊന്നും വേണ്ട, രേഖപ്പെടുത്തണ പെന്ന് വേണ്ട, കടലാസ് വേണ്ട, ബുക്ക് നിറയേണ്ട പ്രശ്നം വരുന്നില്ല. ഇപ്പൊ നമ്മളെ മനസ്സിൽ ആ ഒരു രേഖപ്പെടുത്തിയ കിതാബ് എന്ന് പറഞ്ഞപ്പോ നമ്മളെ മനസ്സിലുള്ളത് ചെറിയൊരു ചിപ്പാണ്. ഓരോരുത്തർക്കും ഓരോ ചിപ്പ്. അപ്പൊ ഓരോരുത്തരുടെ ഈ വോയിസ് പ്ലേ ചെയ്യുന്നതിൽ അതങ്ങ് ഇടും, അല്ലെങ്കിൽ വീഡിയോ പ്ലേ ചെയ്യുന്നതിൽ അത് ഇട്ടിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർക്കും ഓരോ പാസ്വേഡ് ഉണ്ടാവും. ഓരോ മനുഷ്യന്മാർക്ക് ഓരോ പാസ്വേഡ് ഉണ്ടാവും. നമ്മുടെ വണ്ടിക്കൊക്കെ ചേസ് നമ്പർ ഉള്ള പോലെയാണ്, നമുക്കൊക്കെ ഓരോ നമ്പർ ഉണ്ടാവും. ആ നമ്പർ ഇങ്ങനെ അടിച്ചു കൊടുത്താൽ നമ്മളെ മൊത്തം ഇങ്ങോട്ട് കാണും. സുബ്ഹാനല്ലാഹ്, ഇതെല്ലാം പൗച്ചമ്പറം കാക്കട്ടെ, ഇതെല്ലാം കൂടി ഇങ്ങോട്ട് കാണും. അപ്പൊ ഈ കാണുമ്പോഴാണ് ഇതെന്തൊരു കിതാബാണ് പഠിച്ചോനെ, ഇതിലെല്ലാം ഉണ്ടല്ലോ എന്ന് ബേജാറാകുന്നത്. ആ എല്ലാം വേണ്ട, ആവശ്യമുള്ള മാത്രം, അതായത് നാലാളുടെ കാണിക്കാൻ പറ്റിയ മാത്രം കാണിച്ച് അല്ലാത്തതിന് മായ്ച്ചു കളയാനുള്ള അസുലഭ അവസരമാണ് നോമ്പ്. എല്ലാ പാപങ്ങളും മായ്ച്ചു. അപ്പൊ അള്ളാഹു പറയാണ്, നിങ്ങൾ ചെയ്യുന്ന ഒരു കർമ്മത്തെക്കുറിച്ചും അള്ളാഹു എന്തല്ല, അശ്രദ്ധനല്ല. അള്ളാഹിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് തമ്മിൽ കർമ്മങ്ങളെ കാണാൻ പറ്റുള്ളൂ. കർമ്മം കാണാനേ നമുക്ക് പറ്റുള്ളൂ. കർമ്മത്തിന്റെ പ്രചോദനം കാണാൻ നമുക്ക് പറ്റൂല. മനസ്സിലായില്ല? നമുക്കിപ്പോ ഒരാൾക്ക് ഒരു സാധനം എടുത്ത് തലയിൽ വെച്ച് കൊടുക്കുന്നു, ഇതൊരു നല്ല കാര്യമാണ്. അല്ലെങ്കിൽ അവനാന്റെ തലയിൽ തന്നെ വെച്ചിട്ട് അത് പാവപ്പെട്ട ഒരാൾക്ക് കൊണ്ടുപോയി കൊടുക്കുന്നു. അപ്പോൾ ഓലെ കൂടെ നമ്മൾ നടക്കുകയാണെങ്കിൽ നമുക്കത് കാണാൻ പറ്റും. ഈ കിറ്റൊക്കെ കൂടി എടുത്തിട്ട് മനുഷ്യന് കൊണ്ടുപോയി കൊടുക്കുകയാണല്ലോ, എന്തിനാണ് എന്ന് കാണാൻ പറ്റൂല. എന്തിനാണ് കാണാൻ പറ്റൂല. അപ്പൊ നമ്മൾക്ക് നമ്മളെ കാഴ്ചയിൽ വലിയ വെയിറ്റ് ഉള്ളൊരു സാധനമോ അവിടെ ചെന്ന് നോക്കിയാൽ അതിനൊരു വെയിറ്റും ഉണ്ടാവില്ല. കാരണം അതിൻ്റെ നിയ്യത്ത് എന്താണ്, അതിൻ്റെ പ്രചോദനം എന്താണെന്നുള്ളിടത്തൊക്കെ മാറ്റം ഉണ്ടാവും. നമ്മൾ കണ്ട കാഴ്ചയിൽ നമുക്ക് ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു സംഗതി, ഒരു 1/2 കിലോ അരിയെ നമ്മൾ കാണുന്നുണ്ടാവുള്ളൂ. അതൊരു ലോഡ് കൊടുക്കണതിൻ്റെ മുമ്പിൽ ഒന്നുമല്ല, ഒരു പ്രായം കൊടുക്കാനുള്ള അരിയാണ്. പക്ഷേ അല്ലാഹു തആല കാണുമ്പോൾ അതിൻ്റെ പ്രചോദനവും കാണും, ഓൻ്റെ ആവത് എത്രയെന്നും കാണും. ഇത് 500 എണ്ണവും കൊടുക്കുന്നത് ശതമാനം വെച്ച് നോക്കൂ, ഓൻ്റെ മൊത്തം വരുമാനത്തിൻ്റെ എത്രയാണ്, ഓൻ്റെ മനസ്സിൻ്റെ അതിലെ നിയ്യത്ത് എന്താണ് എന്ന് കാണുമ്പോൾ ചിലപ്പോൾ ഈ 500 അരിക്കേക്കും 500 ചാക്ക് അരിനേക്കാട്ടിലും വെയിറ്റ് ഉണ്ടാവുക. നമ്മൾ തമാശക്ക് ചോദിക്കലുണ്ടല്ലോ, 1 കിലോ ഇരുമ്പിനാണോ 1 കിലോ പഞ്ഞിക്കാണോ തോനെ കനം, അല്ലേ? ഏതിനാന്നാല് രണ്ടും കണക്കാണെന്നാണ് നമ്മൾ ഉത്തരം, അല്ലേ? അതേ സമയത്ത് അമലുകളുടെ കാര്യത്തിൽ നമ്മൾ പുറമേക്ക് കാണുന്ന ആ വലുപ്പവും കനവും ആയിരിക്കൂല റബ്ബിന്റെ മുമ്പിൽ ഉണ്ടാകുക. അപ്പോ അള്ളാഹുവിന് ഒരു ഗഫലത്തുമില്ല, ഒരു അശ്രദ്ധയുമില്ല, പറഞ്ഞു പറ്റിച്ചളയാൻ പറ്റൂല. നമുക്ക് വേണമെങ്കിൽ പറയാൻ കഴിഞ്ഞ ക്ലാസ്സിന് വരണമെന്ന് വിചാരിച്ചിരുന്നു, അപ്പോഴാണ് എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പൊ മറ്റൊരു ജോബ് പാവട്ടോ അതുകൊണ്ടാണ്. അപ്പൊ അള്ളാഹ്ക്ക് തിരിയും എന്തേലും. മനസ്സിലായി നിങ്ങൾക്ക്? ഓരോ കാര്യവും അങ്ങനെയാണ്. ഇത് നല്ല ബോധ്യം ഉണ്ടാവണം എന്ന് ഖുർആൻ അടിക്കടി പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ശരി, ഇനി
കിബില മാറ്റത്തിലേക്ക് തന്നെ നമ്മൾ വരിക. അതിൽ വേറെയും കുറേ പാഠങ്ങളുണ്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നിസ്കാരത്തിലായിരിക്കെയാണ് ഈ ആയത്തിറങ്ങുന്നത്. അത് പല ചരിത്ര രേഖകളിലും വ്യത്യസ്തമായ രേഖപ്പെടുത്തലൊക്കെ ഉണ്ട്. ദുഹറായിരുന്നു എന്നുണ്ട്, അസ്റായിരുന്നു എന്നുണ്ട്. ഒരു സഹാബിന്റെ വീട്ടിൽ സൽക്കാരത്തിന് ചെന്നപ്പോൾ അവിടെ നിന്നാണ് വഹി ഇറങ്ങിയത്, അവിടെ നിന്ന് നിസ്കരിക്കുമ്പോഴാണ് വഹി ഇറങ്ങിയത് എന്നുണ്ട്. ആ നിസ്കരിച്ച സ്ഥലത്ത് പിന്നുണ്ടാക്കിയ പള്ളിയാണ് മസ്ജിദ് ഖിബ്ലത്തൈൻ എന്ന് പറയുന്നുണ്ട്. അതേസമയത്ത് നബിന്റെ കൂടെ അവിടെ സൽക്കാരത്തിൽ പങ്കെടുക്കുന്നതിൻ്റെ ഇടയിൽ നിസ്കരിച്ചപ്പോൾ ഖിബില മാറി വിവരം അറിഞ്ഞ ആള് പിന്നെ ഓടിച്ചെന്ന് വിവരം കൊടുത്തപ്പോൾ നിസ്കാരത്തിലായിരുന്ന ആൾക്കാർ തിരിഞ്ഞതാണ് മസ്ജിദ് ഖിബ്ലത്തൈൻ്റെ അടുത്ത് സംഭവിച്ചത് എന്ന റിപ്പോർട്ടുണ്ട്. എന്തായാലും വ്യത്യസ്ത നിവേദനങ്ങളുണ്ട്. ഒന്ന് ഉറപ്പാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുമ്പോഴാണ് വഹി ഇറങ്ങുന്നത്. ഇപ്പോൾ 2 റക്അത്ത് കഴിഞ്ഞ് 3-ാമത്തെ റക്അത്തിലേക്ക് പോകുമ്പോഴാണ് ഈ വഹി ഇറങ്ങുന്നത്. അപ്പോൾ അടുത്ത 2 റക്അത്ത് പിന്നെ നേരെ തിരിഞ്ഞു. തെക്കോട്ടുള്ളത് വടക്കോട്ട് ഒരേ നിസ്കാരത്തിൽ തന്നെ തിരിയാണ് ചെയ്യുന്നത്. അതിലെന്താണ് നമ്മളെ പാഠം? അതിലാണ് പാഠമുള്ളത്. എന്താണ്? നമ്മളായിനെങ്കിൽ, നമ്മൾ തന്നെ നിങ്ങളെ പറ്റിയല്ല കേട്ടോ. അപ്പോ എന്താ വിചാരിക്കുക അറിയോ? ഏതായാലും നിസ്കാരം തുടങ്ങിയേ, അതങ്ങോട്ട് കഴിഞ്ഞോട്ടെ. ഏതായാലും ഇപ്പൊ ഇങ്ങനെ കീറലുള്ള ചുരിദാർ വാങ്ങിയില്ലേ, ഇതങ്ങ് കീറിക്കോട്ടെ, പിന്നെ അടുത്ത് വാങ്ങുമ്പോ നമ്മക്ക് നോക്കാം. മനസ്സിലായെങ്കിൽ അങ്ങനെയാണ് വേറെ ആൾക്കാർ വിചാരിക്കുക. നിസ്കാരത്തിൽ ഇളകരുത്, അതിന് പല ന്യായം പിന്നെ നമുക്ക് ഉണ്ടാവും. കാരണം ഞാൻ അറിയണില്ല എന്ന് വിചാരം. ഞാൻ അറിയുന്നില്ലല്ലോ, ഞാൻ ഭയങ്കര ചിലപ്പോ അങ്ങനെ ഉണ്ടാവുമല്ലോ, നമുക്കറിയാം. അപ്പോ പിന്നെ എന്താ പറയാ, നിസ്കാരം തീരുന്നതിന് മുമ്പ് തന്നെ അപ്പൊ അള്ളാഹു തആലയിൽ നിന്നൊരു കൽപ്പന കിട്ടിയപ്പോ തന്നെ മാറ്റണം. അതാണ് അത്. നമ്മൾ സാമ്പത്തികമൊക്കെ പറഞ്ഞല്ലേ, നമ്മൾ കൂടെ കൂടി തെറ്റായിരുന്നു മനസ്സിലായി, നമ്മൾ ചെയ്യുന്ന കച്ചവടം തെറ്റാണെന്ന് മനസ്സിലായി. അപ്പൊ എന്തായാലും ഇപ്പൊ തുടങ്ങിപ്പോയില്ലേ എന്നതല്ല. ഖുർആനിൽ, ഹദീസിൽ, ദീനി അധ്യാപനങ്ങളിൽ തെറ്റാണെന്ന് കണ്ട ഒരു കാര്യത്തെ പിന്നെ ഒരു നിമിഷവും വെക്കാതെ പെട്ടെന്ന് അതിൽ നിന്ന് മാറുക എങ്കിൽ അതുവരെയുള്ള തെറ്റ് അള്ളാഹ് പൊറുക്കും. അപ്പൊ ഇതൊരു പുതിയ നിയമം കിട്ടിയാൽ ഉടനെ ഇനിയിപ്പോൾ ആയത്തോ ഹദീസൊന്നും ഇറങ്ങാനില്ല. നമ്മളെ സംബന്ധിച്ച് ഇറങ്ങിയതിന്റെ തന്നെ വിവരം നമ്മളെത്തി ചിലപ്പോ എത്തായിട്ടാണ്. ഇതിങ്ങനെ ഒലിച്ച് നമ്മളെത്തി എത്തണ്ടേ. അപ്പൊ എത്താതെ ഇരുന്നു, അവസാനം ഒരു സ്ഥലത്ത് എത്തിയാൽ പിന്നെ നമ്മൾ ഇത്രയും കാലം ഇപ്പം അങ്ങനെ ചെയ്തു, ഇനിയിപ്പൊ ഞാൻ എങ്ങനെ ചെയ്യും, ഇങ്ങനൊന്നും ചിന്തിക്കാൻ പാടില്ല. അപ്പൊ തന്നെ ചെയ്യും. ഹിജാബിന്റെ ആയത്തിറങ്ങി. ഹിജാബിന്റെ ആയത്തിലുള്ളത് നിങ്ങളെ തലയിലുള്ളത് നിങ്ങൾ മാറിടത്തിലേക്ക് തൂക്കിയിടട്ടെ എന്നാണ്. തലയിലിടട്ടെ എന്ന് ഖുർആനിലില്ല. തലയിലിടാൻ ഖുർആനിലില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് നമ്മളൊരു തത്തന്നാൾ പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു. പിന്നെ എന്താണ്, തലയിലിടണമെന്ന് ഖുർആനിലുണ്ടോ? തലയിലിടണമെന്ന് ഖുർആനിലുണ്ടാവില്ല. എന്താ കാര്യം? തലയിലിടാത്തൊരു പെണ്ണന്നില്ല. തലയിലിടാത്തൊരു പെണ്ണൊന്നും ഉണ്ടെങ്കിലല്ലേ തലയിലിടണമെന്ന് പറയാ. തലയിലൊന്നും ഇല്ലാത്തവരുണ്ടാവും, പക്ഷെ അതാണും പെണ്ണിലൊക്കെ ഉണ്ടാവും. പക്ഷെ തലയിലിടാത്ത, തല മറക്കാത്തവരില്ല. അപ്പൊ നിങ്ങൾ നോക്കൂ, ഇന്ദിരാഗാന്ധി മുസ്ലിം ആയിട്ടാണോ തലയിലിട്ടിരുന്നത്? അല്ലല്ലോ. അപ്പോ പിന്നെ അങ്ങനെയുള്ള ആൾക്കാരില്ലേ. ക്രൈസ്തവര് പിന്നെ പറയും വേണ്ട, അവര് കന്യാസ്ത്രീകൾ മാത്രമല്ല അല്ലാത്തവരും പള്ളിയിൽ എത്തുമ്പോ തലയിലിടും. അപ്പൊ പെണ്ണുങ്ങള് തലയിലിടുക എന്ന് പറയുന്നതില് എന്തില്ല, ഒരു പുതിയ കാര്യമോ പറഞ്ഞു ചെയ്യേണ്ടതോ ആയ ഒരു സംഗതി അല്ല. പിന്നെന്താ പോലെ ചെയ്തത്, തലയിൽ ഇട്ട സാധനത്തിന് ബേക്കിലേക്ക് വലിച്ചു കെട്ടുക എന്നൊക്കെ പറയുന്ന കോലത്തിലായിരുന്നു. അവിടെയാണ് നിങ്ങൾ അങ്ങനെ ബേക്കിലേക്ക് വലിച്ചു കെട്ടല്ല വേണ്ടത്, നിങ്ങൾ അത് മുമ്പിലേക്ക് മാറിടത്തിലേക്ക് താഴ്ത്തിയിടണം എന്ന് പറഞ്ഞു.
ഇന്ന് പല പെൺകുട്ടികളും താത്തിടണം എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ല. ഓല് ചുറ്റി വരിഞ്ഞ് കെട്ടിയിട്ട് ബേക്കിലേക്ക് തന്നെയാണ്. എന്നിട്ട് മുന്നേ എങ്ങനെ ആവരുത് എന്നാണോ പറഞ്ഞത് അങ്ങനെ തന്നെ നടക്കുക. എന്നിട്ട് ചെയ്യാം. ആരോടാണ് മറിക്കാൻ പറഞ്ഞത്? തല മറിക്കാൻ പറഞ്ഞില്ല. അതിൻ്റെ അർത്ഥം തല മറിക്കേണ്ടെന്നല്ല, തല പണ്ട് തന്നെ മറിച്ചണല്ലോ. അതുകൊണ്ടാണ് തല ആദ്യം മറിച്ചണ്, അപ്പം മാറും കൂടി മറക്കാണ്. നമ്മളെ വിഷയം ഇപ്പം അതല്ല. ആ ആയത്തിറങ്ങിയപ്പോൾ പലരുടെയും തലയിലുണ്ടായിരുന്നത് ഒരു കഷ്ണം തട്ടാണ്. തല മാത്രം മറിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഓല് വിചാരിച്ചില്ല അടുത്ത പെരുന്നാൾക്ക് എടുക്കുമ്പോൾ വലുതെടുക്കാം, സെൽഫി തട്ടം വാങ്ങാം. നമ്മളെ ബഷീർഖാൻ്റെ പെണ്ണുങ്ങളൂടെ ഉണ്ടാ നിമിയാസ്, അവർക്ക് ഈ തട്ടടിക്കണ പരിപാടിയുണ്ട്. അപ്പോൾ വലിയ നീളമുള്ള തട്ടം കിട്ടും. മാരടം മാത്രമല്ല, മൊത്തം മുട്ടുകാല് വരെ നീണ്ടു നടക്കുന്ന തട്ടാണ്. അതിന് പേര് സെൽഫി തട്ടെന്ന്. ഓരോന്നിനും ഓരോ പേര് വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, പിന്നെ വാങ്ങുമ്പോൾ അങ്ങനെ വാങ്ങാമെന്ന് വിചാരിക്കുന്നതിന് പകരം അവർ നോക്കുമ്പോൾ ജനലിന് വിരിയുണ്ട്, അത് കിടത്ത്. കട്ടിലിന് മുകളിൽ വിരിവിച്ച് അത് കിടത്ത്. എന്നിട്ട് ഉടനെ എന്ത് ചെയ്തു? പൊതിച്ചു. ഇങ്ങനെയാണ് കൽപ്പന വന്നാൽ പിന്നെ ചെയ്യേണ്ടത്. പെണ്ണുങ്ങൾ മാത്രമല്ല, ആണ് എല്ലാവരും. ഒരു കൽപ്പന വന്നാൽ ദീനിയായ ഒരു നിയമം അങ്ങനെയാണെന്ന് മനസ്സിലായാൽ എന്നാൽ പിന്നെ അടുത്ത പ്രാവശ്യം നോക്കാന്നല്ല, ഇപ്പം തന്നെ ചെയ്യാമെന്നാണ്. ആദ്യം അള്ള പറഞ്ഞ് ഈ കള്ളുപിടിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് കൊണത്തിലേക്കാറേറെ ദോഷമാണ് കേട്ടോ, അത്ര പറഞ്ഞുള്ളൂ. പിന്നെ പറഞ്ഞു നിങ്ങൾ നിസ്കരിക്കാൻ ലഹരി ബാധിച്ച് വരരുത് എന്ന്. അപ്പം തന്നെ കുറേ ആളുകൾ നിന്ന്. കാരണം പിന്നെ കുടിക്കാനുള്ള നേരം ഉണ്ടോ? 5 നിസ്കരിക്കുകയാണെങ്കിൽ അപ്പോൾ ലോഹറിനാണ് ലോഹസ്കാരം കഴിഞ്ഞ് കുടിച്ചു, അസറാകുമ്പോഴേക്ക് ഇത് വിടണ്ടേ. അപ്പോൾ ലഹരി വിട്ടു പോകണ്ടേ. അപ്പോൾ ഓന് അസറിൻ്റെ ഇടയിൽ കുടിക്കാൻ കഴിയില്ല. അസർ കഴിഞ്ഞ് കുടിച്ചാൽ മഗ്‌രിബ് ആകുമ്പോഴത്തേക്ക് തീരൂല. മഗ്‌രിബിന് ശേഷം കുടിച്ചാൽ ഇശാകുമ്പോൾ എന്തായാലും തീരൂല. ഏശയ്ക്ക് കുടിക്കാനുള്ള ഒരു ചാൻസ് മാത്രമേ പിന്നെ ഉള്ളത്. ഏശ കഴിഞ്ഞ് കുടിക്കുക, സുബഹിക്ക് എണീക്കുമ്പോഴേക്ക് ഒരു ലെവലായി കിട്ടുക എന്നുള്ളത്. കുടിക്കലുണ്ട്, നിസ്കരിക്കണവർ കുടിക്കരുന്നു ഒന്ന്. പക്ഷെ നിസ്കാരത്തെ സമീപിക്കരുത് കുടിച്ചും കൊണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ കുറേ ആളതൊക്കെ നിന്നു, എന്നാലും ബാക്കി ഉണ്ടായിരുന്നു. അവിടെയാണ് ചോദിച്ചത് ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾക്ക് വിരമിക്കാനായില്ലേ? അത് കേട്ടപ്പോൾ പിന്നെ വേഗം തീർത്താൽട്ടെ വിചാരിക്കുകയല്ലേ ചെയ്തത്. അണ്ണാക്കിൽ കൈയിട്ട് മാന്തി ഛർദിച്ച്. എന്താ അങ്ങനെ? അതാണ് കൽപ്പന പാലിക്കുക എന്ന് പറഞ്ഞാൽ. മനസ്സിലായില്ലേ? അവരത് അതിൽ നിന്ന് എങ്ങനെ ഉണ്ട്. അപ്പോൾ പിന്നെ ഏതായാലും ഇപ്പം നിരോധിക്കാൻ പോയി. ഇനി ക്യാമനാൾ വരെ ഇത് കിട്ടൂല. ഡി അഡിഷൻ ക്യാമ്പിന് വരുന്ന ആൾക്കാർ അങ്ങനെയാണ്. ലാസ്റ്റ് പോയി വാങ്ങി പള്ളറച്ചും കുടിച്ചിട്ട് വരും. കാരണം ഞാൻ ഇത് നിർത്താൻ പോവാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. നമ്മളെ നാട്ടിൽ ഒരാളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒക്കെ റെഡിയാക്കി ഒരുപാട് പറഞ്ഞ പോകാനൊക്കെ സമ്മതിച്ച് അങ്ങനെ ഗട്ടിപ്പാറുള്ള ഡി അഡിഷൻ സെൻ്റർ ക്രിസ്ത്യാനികളുടെ ആണ്, ഒരു സ്ഥാപനമാണ്. അപ്പോൾ തൽക്കാലം അവിടെ കൊണ്ടുപോകാൻ വേറെ എവിടെയും അങ്ങനെ മാർഗം കാണുന്നില്ല. ക്യാമ്പൊന്നും നിശ്ചയിച്ചതുമില്ല. അവനാണ് പെട്ടെന്ന് മാറ്റണം, ഇല്ലേ ഓളുമായിട്ട് പിരിയണ കോലത്തിലാണ്. അങ്ങനെ ഓനോട് പറഞ്ഞ് സെറ്റാക്കിയപ്പോൾ റെഡി എന്നാണ്. അങ്ങനെ ഓനെ കൂട്ടാൻ പോയി നോക്കുമ്പോൾ വായിലോർക്കണില്ല. എങ്ങനെ മുട്ടിയിട്ടും വായിലോർക്കണില്ല. അവസാനം ഓനെന്തോ പറ്റിപ്പോയോ നോക്കാൻ ഓട് എടുത്തിട്ട് നോക്കുമ്പോൾ ഓന് ഫുൾ ബോട്ടിൽ കുടിച്ചിട്ട് ആകെ പിടുത്തം വിട്ട് കിടക്കുകയാണ്. അങ്ങനെ ഓനെ പിടിച്ച് എണീപ്പിച്ച് കുളിപ്പിച്ച് കോലാക്കി ഏതാണ്ട് എന്ത് പണയ ചെയ്ത് നമ്മൾ നിർത്താൻ പോകാൻ തീരുമാനിച്ചല്ലെന്ന് വെച്ച് പോകുമ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുടിച്ച് ഇനി എനിക്ക് കുടിക്കാൻ കഴിയില്ലല്ലോ. പാവം അൽഹംദുലില്ലാ. പക്ഷെ മാറി കേട്ടോ, പൂർണ്ണമായിട്ട് മാറി. വളരെ ആശ്വാസമുണ്ട്, നല്ല കുടുംബജീവിതമാണ്. അപ്പോൾ ഇത് ഒരു സ്റ്റൈലാണ്. പക്ഷെ അതേ സമയത്ത് മുത്തഖീങ്ങളെ സംബന്ധിച്ചിടത്തോളം പോലെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു കൽപ്പന വന്നു കഴിഞ്ഞാൽ പിന്നെ ആക്കാം, നാളെ ആക്കാം, അടുത്ത റമദാൻ മുതലാക്കാം എന്നൊന്നും വിചാരിക്കില്ല. അപ്പം തന്നെ ചെയ്യും. അതുകൊണ്ടാണ് നിസ്കാരം പോലും സലാം വീട്ടാൻ കാത്തിക്കാതെ നിസ്കാരത്തിൽ തന്നെ അങ്ങോട്ട് തിരിഞ്ഞത് എന്ന് മനസ്സിലാക്കുക. അത് വലിയൊരു പാടാണ്. മസ്ജിദ് ഖിബലത്തെയും കണ്ട ആൾക്കാരില്ലേ ഇവിടെ? ഒന്ന് കൈ ഒന്തിക്കും, വെറുതെ കൈയൊക്കെ ഇടക്കിടക്ക് പൊന്തിക്കണമല്ല. ഓക്കെ മസ്ജിദ് ഖിബലത്തെയും ഇവിടെ കൈ ഒന്തിച്ചാലും ഇല്ലെങ്കിലൊക്കെ ഖിബലത്തെയും കണ്ടവർ കണ്ടു, അല്ലാത്തവർ കണ്ടില്ല, അത്രേ ഉള്ളൂ. ഇനിയും കാണണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർ ഷിറാസിനായിട്ട് ബന്ധപ്പെടുക. അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്തോ ഒരു പദ്ധതി ഉണ്ട്.
അതനുസരിച്ചിട്ട് ഖിബലത്തേനും ഉബയും ഒക്കെ കാണാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോ പിന്നെ ഈ ന്യൂസിന്റെ ഇടയിൽ താഴത്ത് ഇങ്ങനെ എഴുതി കാണിക്കും, പരസ്യം എഴുതി കാണിക്കും. അതേപോലെ പറഞ്ഞതല്ലോ ക്ലാസ്സിന്റെ ഇടയിൽ. വേറെ വലിയൊരു പാഠമുണ്ട്. ആ പാഠമാണ് നേരത്തെ ഇവിടെ ആരോ പറഞ്ഞ മൊബൈൽ ഓഫ് ആക്കൂല എന്നുള്ള പാഠം. നമുക്ക് നിസ്കാരത്തിനെ പറ്റിയിട്ടുള്ള ഒരു സങ്കല്പം ഒരു കൃത്രിമമായ എന്തോ ഒരു പിടുത്തം കിട്ടാത്ത ഒരു സങ്കല്പമാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോലുള്ളവർ വയലു പറയും മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലിൽ അമ്പ് തറച്ചു, അത് ഊരാൻ കഴിയുന്നില്ല, വലിയ വേദനയാണ്. അന്ന് അനസ്തേഷ്യൊന്നുമില്ലല്ലോ, ധരിപ്പിക്കലൊന്നുമില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ നിസ്കരിക്കുമ്പോൾ വലിച്ചൂരിക്കോളൂ. അങ്ങനെ നിസ്കരിക്കാൻ തുടങ്ങിയപ്പോൾ എന്തായി, ഇത് വലിച്ചൂരി കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്തെങ്കിലും ഊരാഞ്ഞു എന്ന് നോക്കുമ്പോൾ അത് ഊരി എന്ന് പറഞ്ഞാൽ ഊരി വിവരം അറിഞ്ഞില്ല. ഉണ്ടാവും, അത് ഉള്ളതന്നെ നയിക്കും, ഇല്ലാത്തൊന്നും നയിക്കൂല. പക്ഷെ അത് ഉമറാണ്. അതാരാണ്? ഉമറാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെ ഉമർ റളിയല്ലാഹു മാത്രമേ ഉള്ളൂ. ഉമറിനെ പോലെ ഉമർ മാത്രമേ ഉള്ളൂ. അത് ജാഹിലിയത്തിലായിരുന്നപ്പോഴും ഉമറിനെ പോലെ വേറെ ആളുണ്ടായിരുന്നില്ല. ഇസ്ലാമിൽ വന്നപ്പോഴും ഉമറിനെ പോലെ വേറെ ആരുണ്ടായിരുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ച് വന്ന രീതിയല്ല വേറെ ആരും വന്ന രീതി. നബിയിൽ വിശ്വസിച്ചിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുതൽ തുടങ്ങിയ ആളുകളൊക്കെ നബിയിൽ വിശ്വസിച്ചിട്ട് സ്വകാര്യമായിട്ട് രഹസ്യമായിട്ട് ഇസ്ലാമിന്റെ വിശ്വാസമൊക്കെ ഉള്ളിലൊതുക്കി രഹസ്യമായി വളരെ പരമരഹസ്യമായിട്ട് കൊണ്ടെടുക്കുന്ന സമയത്താണ് ഉമർ റളിയല്ലാഹു അൻഹു നബിനെ കൊല്ലാൻ വരുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അവിടെ നബിനെ പറ്റി കേട്ട പല ആൾക്കാരുണ്ട്, ഓരൊന്നും ഉണ്ടാക്കിയിട്ടില്ല, കൊല്ലാൻ തീരുമാനിച്ചില്ല, വാളൂരിയില്ല. പക്ഷേ ജാഹിലിയത്തിൽ ഉമർ അങ്ങനെയാണ്, ഉടനെ വാളൂരി കൊന്നാളെയും ഞാൻ കണ്ട വരുന്നതന്നെ. വന്നപ്പോൾ മാറി. അവിടെ നിങ്ങൾ ആലോചിക്കുക, ഏതായാലും വാളൂരിയല്ലേ എന്ന് പറഞ്ഞിട്ടില്ല, ആ കേട്ട ഉടനെ മാറിയപ്പോൾ പിന്നെ ഉമർ എന്ത് ചെയ്തു, വേറെ ആരും മാറിയ പോലെയല്ല, കഅബന്റെ മുറ്റത്ത് പോയി നിന്നിട്ട് ഇതാ ഖത്താബിന്റെ മകൻ ഉമർ ഇസ്ലാം മുഹമ്മദിന്റെ ദീന് സ്വീകരിച്ചു, ആരടാ ഉള്ളത് എന്ന് ചോദിച്ചിട്ടാണ്. അങ്ങനൊന്നും പറയാനുള്ള സമയമായിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനൊന്നും പിന്നെ തീരുമാനം എടുത്തിട്ടൊന്നുമില്ല. പക്ഷെ ഉമർ താനുമാണത്. എന്നിട്ട് ആരെങ്കിലും അടുത്തേക്ക് പോയാൽ വിവരമായിട്ട് അറിയണം അന്നേരം. അതാണ് ഉമർ. ഇങ്ങനെ ഉമർ താനുവിന് സ്വന്തമായി പല പ്രത്യേകതകളും ഉണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് നിസ്കാരത്തിൻ്റെ അകത്തുള്ള ഉമർ താനുവിൻ്റെ ഖുശൂ. ഒന്നും അറിയില്ല. പക്ഷെ നമ്മളിത് കേട്ട് ബേജാറായിട്ട് പഠിച്ചോനെ എന്നാ പിന്നെ നമ്മക്കൊന്നും നിസ്കാരമില്ല, കാരണം അമ്പ് വരുന്ന വീട്ടിൽ കൊതുക് അടിച്ചിട്ടാണ് നിൽക്കാൻ കഴിയില്ല എന്നൊരു കോലത്തിൽ നമ്മളാകെ ടെൻഷൻ അടിച്ച് വെറുതെ എന്തിനാ ഇപ്പം ഇത് ചെയ്യുന്നതെന്ന് വിചാരിച്ചു പോകരുത്. കാരണം നമ്മൾ കൊതുക് അടിച്ചാൽ തന്നെ അറിയണവരാണ്, മനസ്സിലായേ? അതേപോലെ എന്നാൽ നേരെ തിരിച്ച് നബിന്റെ കാര്യത്തിലും ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ ദീർഘമായിട്ട് ഓതണം എന്ന് വിചാരിച്ചിട്ട് നിസ്കാരം തുടങ്ങും, കുട്ടികളെ കരച്ചിൽ കേട്ടാൽ അതിൻ്റെ ഉമ്മമാർക്ക് വിഷമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചുരുക്കുന്നു. നിസ്കാരത്തിൽ എന്തൊക്കെ നടന്നത്? കരച്ചിൽ കേട്ടു, ഒന്ന് കേട്ടത് മാത്രമല്ല, ആ കേട്ടപ്പോൾ ഉമ്മക്ക് ബേജാറാവുമല്ലോ എന്ന് വിചാരിച്ചു, അതൊക്കെ ചെയ്തു. എന്നിട്ട് നബിന്റെ നിസ്കാരം തന്നെയാണ്. കുട്ടികളെ കരച്ചിൽ വരുന്ന കേട്ടത് എന്നുള്ളൊരു ചോദ്യം വേറെ ഉണ്ട് കേട്ടോ. പെണ്ണുങ്ങൾ പള്ളിയിലൊന്നും പോകില്ല, അതിനെങ്കിൽ നബി പള്ളിയിൽ നിന്ന് നിസ്കരിക്കുമ്പോൾ ഏതോ പുരയൊന്നും കരച്ചിൽ കേൾക്കാൻ അന്നത്തെ പോലെ ഇന്നത്തെ പോലെ അന്ന് വേറെന്തോ സിസ്റ്റം ഉണ്ടോ? പുരന്റെ തൊട്ടടുത്തുള്ള പള്ളീന്റെ തൊട്ടടുത്തുള്ള പുരയെന്ന് നയിക്കുന്നു. യാത്രക്കാരായ സ്ത്രീകളായിരിക്കും അല്ലേ? യാത്രക്കാരായ സ്ത്രീകൾ എന്നല്ല, യാത്രക്കാരികളായ സ്ത്രീകൾ. അപ്പൊ ഞാൻ വിചാരിക്കും യാത്രക്കാരി എന്ന് മാത്രമേ എഴുതിയാൽ പോരെ, വലിയ സ്ത്രീകൾ എന്ന് പറയുള്ളത്. അപ്പൊ അങ്ങനെ അല്ല സംഭവം. നബിന്റെ കൂടെ പിറകിൽ നിന്ന് നിസ്കരിക്കുകയാണ്. അല്ലാണ്ട് ഏതോ പോരെയൊന്നും കുട്ടികളെ വിളിക്കണേന് നബിന്റെ നിസ്കാരം ചുരുക്കേണ്ട വല്ല കാര്യമുണ്ടോ? അപ്പൊ അതുകൊണ്ട് അതിലങ്ങനൊക്കെ ഉണ്ട്. എന്തായാലും ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിലവിളി കേട്ടു. കുട്ടി കരയണല്ല ബേജാറ്, കുട്ടി കരയുമ്പോൾ ഉമ്മാക്ക് ബേജാറാവുമല്ലോ. ഉമ്മ നിസ്കാരത്തിലായിരിക്കല്ലോ, അപ്പൊ കുട്ടി ഇങ്ങനെ നിലവിളിക്കാൻ തുടങ്ങിയാൽ ഉമ്മപ്പോ എന്താപ്പോ എന്നുള്ള ബേജാറ്. അപ്പൊ അത് നിൽക്കാൻ വേണ്ടിയിട്ട് ആയത്ത് ചുരുക്കുന്നു, മനസ്സിലായില്ല? അപ്പൊ നിസ്കാരത്തെ കുറിച്ചുള്ള നമ്മളൊരു കാഴ്ചപ്പാട് എവിടെ കിടക്കുന്നത്, ശരിക്കുള്ള നിസ്കാരം എവിടെ കിടക്കുന്നതെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അവർക്കുണ്ടായിരുന്ന ഈ ത്വാഅത്ത് അനുസരണം എത്രത്തോളാണെന്ന്. നബി ഇമാമുക്കാണ്,
അപ്പാണ് കിബില മാറ്റി പറഞ്ഞിട്ട് നേരെ തിരിഞ്ഞിരിക്കണത് അല്ലേ? അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന ആള് നേരെ തിരിഞ്ഞാല് ഇങ്ങോട്ട് തിരിഞ്ഞ് നിസ്കരിക്കുന്ന ആളെ മൊത്തം കഴിക്കൂലേ? എന്താ പരിപാടി? മൊത്തോടെ നോക്കിയിട്ടേ അങ്ങനത്തെ ഒരു പ്രശ്നം വന്നില്ല. നബി തിരിഞ്ഞ പോലും തിരിഞ്ഞാ നബി വേക്കലാവൂലേ? ഇമാമ് വേക്കലായി പോകൂലേ? അപ്പൊ അവര് വഴിയൊരുക്കി റസൂലിന്റെ നേരെ മുന്നോട്ട് കയറി നിന്നു. അപ്പോ ഇമാമ് പിന്നെയും മുന്നിൽ, എല്ലാരും ബേക്കിലായിട്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അവര് എന്ത് ചെയ്യാണ്? ഫസ്റ്റ് ഒബേയാണ്, ആദ്യം അനുസരിക്കുകയാണ്. ഒരിക്കൽ നബിക്ക് നിസ്കാരത്തിൽ മറന്നുപോയി. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്തു? നബി ഇതുപോലെ തന്നെ ചെയ്തു. നിസ്കാരം കഴിഞ്ഞിട്ട് ചോദിച്ചു, അല്ല നബിയെ മാറ്റിയോ? എന്തേ? അല്ല ഇങ്ങനെയാണല്ലോ സ്കെച്ച്. അല്ല അത് ഞാൻ മറന്നുപോയതാണ്. എണീറ്റ് ബാക്കി സ്കെച്ച് സഹബിന്റെ സുജൂദും പഠിപ്പിച്ചു കൊടുത്ത്. അപ്പൊ എന്താണോ നബി ചെയ്തത് അതാണ് ദീന്. ഞമ്മക്ക് ഇഷ്ടമുള്ളത് ദീന്. നബി അങ്ങനെ പറയണമെന്നല്ല. നബി എന്താണോ പഠിപ്പിച്ച അതാണ് ദീന്. അപ്പോ വടക്കോട്ടാണ് വടക്കോട്ട്, തെക്കോട്ടാണ് തെക്കോട്ട്, എങ്ങോട്ടാണെങ്കിൽ അങ്ങോട്ട്. ഈ ഒരു ഇത്താഅത്ത്, ഈ ഒരു അനുസരണം എന്ന് പറയുന്നത് സ്വഹാബത്തിന്റെ വലിയ യോഗ്യതയായിരുന്നു. കൽപ്പനകളെ അപ്പം തന്നെ അനുസരിക്കുകയും റസൂലുള്ളാഹിനെ അങ്ങനെ തന്നെ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. പിന്നെ സ്വഹാബിമാർ ഇത് കേട്ട് പോയിട്ട് വിളിച്ചു പറഞ്ഞു കൊടുത്തൊന്നും ഒരു നിസ്കാരം ദിശ മാറ്റിയതുണ്ട്. അപ്പൊ ആ സ്വഹാബിമാരിലും അവർക്കുള്ള വിശ്വാസ്യതയും അവർക്ക് തമ്മിലുള്ള പരസ്പരമുള്ള ഒരു ക്രെഡിബിലിറ്റി അവർക്കിടയിൽ വല്ലാത്തതായിരുന്നു എന്നതിൽ മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഈ കിബില മാറ്റത്തോടു കൂടി പിന്നെ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, നിസ്കാരത്തിന്റെ ദിശ മാത്രമല്ല മാറിയത്, മൊത്തം ഈ ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് ഈ സമൂഹത്തിന്റെ ലീഡർഷിപ്പ്, അതിന്റെ നേതൃത്വം എന്തായി മാറി? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ആയി മാറി എന്നതാണ്. ഇത് വേദക്കാർക്ക് അറിയുന്ന കാര്യമാണ്. റസൂലാണെന്നൊക്കെ അറിയാലോ. ഓര് സമ്മതിച്ചിട്ടില്ലെങ്കിലും മൊത്തം ദിശ മാറുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ മസ്ജിദ് ഖിബ്ലത്തൈനിൽ പോയവരും പോവാത്തവരും, മസ്ജിദ് ഖിബ്ലത്തൈൻ എന്ന് പറഞ്ഞാൽ ആ പള്ളിയിൽ തന്നെ ഒരേ നിസ്കാരത്തിൽ 2 ഖിബ്ലയിലേക്ക് തിരിഞ്ഞു എന്നതാണ് അതിൻ്റെ ഒരു അടയാളത്തിന്, അതിൻ്റെ ഒരു ഓർമ്മക്കാണ് അതവിടെ വെച്ചത്. അപ്പൊ ആ ഓർമ്മ വെറുതെ ഓർമ്മ ആയിട്ട് കാര്യമില്ല. ആ ഓർമ്മയിൽ നിന്ന് ഈ പാഠം ഉൾക്കൊള്ളണം. ഏത് പാഠം? മാറണം എന്നുള്ള പാഠം. മാറാതെ ഇങ്ങനെ കുറെ കേട്ടോണ്ട് നിന്നാല് എന്താ സംഭവിക്കാന്ന് വെച്ചാൽ, പാത്രം കമത്തി വെച്ച് വെള്ളത്തിന് വേണ്ടി കാത്തുന്ന മാതിരിയാണ് അറിയാം. കമത്തി വെച്ചിട്ട് 5 കൊല്ലം ഖുർആൻ ക്ലാസ് ആയിട്ട് കുടം കമത്തി വെച്ചിട്ട് ഒരു തുള്ളി വെള്ളം അതിലുണ്ടാവില്ല. എന്താ കാരണം? കമത്തി വെച്ചിട്ടാണ്. അപ്പൊ കമഴ്ത്തി വെക്കാതെ തുറന്നു വെക്കണം, എന്നിട്ട് ശേഖരിക്കണം, അത് ഉപയോഗപ്പെടുത്തണം. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും, നാളെ എന്നോട് ആരാ ചോദിച്ച്, നിങ്ങൾ തന്നെ ചോദിച്ചു, അതായത് നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കലുണ്ടല്ലോ ഉപകാരപ്രദമായ അറിവ്. എന്താ അങ്ങനെ? അതിതാണ് നാഫിയായ ഇൽമ് എന്ന് പറയുന്നതും നാഫി അല്ലാത്ത ഇൽമും ഉണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഒരാൾക്ക് കുറേ ഹദീസ് കാണാണ്ടറിയാം, കുറെ ആയത്തും കാണാണ്ടറിയാം, കുറെ ഇസ്ലാമിക വിധികളും കാണാണ്ടറിയാം. അയാളെ ജീവിതത്തിൽ അതൊന്നും ഇല്ലെങ്കിൽ എന്ത് കാര്യം? മൻഫഅത്തില്ല. അതുകൊണ്ടാണ് നാഫിയായ ഇൽമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ടാണ് ഇൽമൻ നാഫിയ എന്ന് പറയുന്നത്. അങ്ങനെ നാഫിയ അല്ലാത്ത ഇൽമിൽ നിന്ന് രക്ഷ തേടി പ്രാർത്ഥിച്ചോളണമെന്നാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, കുറേ അറിവുണ്ട് എന്ന് വേറുള്ളവർക്കും അറിവുണ്ട്. പക്ഷെ ഇയാളെ ജീവിതത്തിൽ അതൊന്നും ഇല്ലെങ്കിൽ പിന്നെ അയാളുടെ ഇൽമ കൊണ്ട് അയാൾക്ക് നാശമാണ് ഉണ്ടാവുക. അതാണ്. അപ്പോൾ ഏത് ആയത്തിറങ്ങിയാലും, ഏത് ഹദീസ് കണ്ടാലും, ഏത് ഇസ്ലാമിക വിധി കണ്ടാലും അവിടെ നിന്ന് അങ്ങോട്ട്, അതുവരെ ഉള്ള പ്രശ്നമല്ല കേട്ടോ, അതുവരെ ഉള്ളത് കഴിഞ്ഞ് അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ആ നിയമം പാലിക്കാൻ ബാധ്യസ്ഥരാണ്. അത് നമ്മളുടെ ഭൗതികമായ നിയമങ്ങളും അങ്ങനെ തന്നെയല്ലേ? ഭൗതികമായ നിയമങ്ങളും അങ്ങനെ തന്നെയല്ലേ? നമ്മൾ മുമ്പൊക്കെ വണ്ടിമ്മ പോകുമ്പോൾ ഹെൽമെറ്റ് ഇടൽ ഉണ്ടായിരുന്നില്ല എന്നത് ഇപ്പം ഹെൽമെറ്റ് ഇടാണ്ട് പോകാനുള്ള ന്യായമല്ല അല്ലേ? നമുക്ക് പോലീസുകാരോട് കൈ കാട്ടുമ്പോൾ, ഞാനൊക്കെ എത്ര കാലം മനെ ഇതിലിങ്ങനെ വണ്ടി ഓടിക്കണേ, ഈയൊക്കെ സ്കൂളിൽ പോണ കാലത്ത് ഞാൻ സ്കൂട്ടർ ഓടിക്കുന്നുണ്ട്, ഇപ്പൊ ഈ എന്നോട് ഹെൽമെറ്റ് അങ്ങനെ ചോദിക്കുമോ? ചോദിക്കണോന്ന് ചോദിക്കുകയൊക്കെ ചെയ്യാം. അത് ചോദിക്കണതിൻ്റെ എന്താണോ പ്രത്യാഘാതം അയാളത് അനുഭവിച്ചോളൂ, അത് മാത്രമേ ഉള്ളൂ അല്ലേ?
അപ്പൊ ഏത് ഭൗതികമായ കാര്യത്തിലും അങ്ങനെയാണ്. ഒരു നിയമം വന്നാൽ പിന്നെ അതാണ് നിയമം. അപ്പം ഇവര് ഈ അഹ്ലു കിതാബുകാര് ചോദിച്ചു, അല്ല അപ്പൊ ഇതുവരെ നിസ്കരിച്ചോലോ? അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ്. ഇതുവരെ നിസ്കരിച്ചോലോ, അപ്പൊ ഇത്രയും കാലം അങ്ങോട്ട് ഇരുന്നിട്ട് ഇപ്പൊ എന്തായി എന്നൊക്കെ ചോദിക്കണ ചോദ്യത്തിനൊന്നും അർത്ഥമില്ല. ഇപ്പം മുതൽ ഇങ്ങനെയാണ് എന്നതാണ്. അപ്പൊ ആ അർത്ഥത്തിൽ നമുക്ക് അള്ളാഹുവിന്റെ നിയമങ്ങളെ സ്വീകരിക്കാൻ കഴിയണം എന്നാണ് ഈ ആയത്ത് നൽകുന്ന പാഠം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാനിത് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തിനാന്ന് ചോദിച്ചാൽ നമുക്ക് റമദാനിന്റെ തൊട്ടു മുമ്പുള്ള അല്ലെങ്കിൽ അവസാനത്തെ ഒരു ക്ലാസ് എന്നുള്ള നിലക്ക് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊരു 10 മിനിറ്റ് സമയം വെക്കുകയാണ്. അന്വേഷിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അന്വേഷിക്കാം. ക്ലാസ് തുടരും എന്നാണ് നമ്മളെ സാധാരണ പതിവ് അല്ലേ? അങ്ങനെ തുടരും. അപ്പോൾ അള്ളാഹു ഉപകാരപ്രദമായ വിജ്ഞാനം നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين. الحمد لله رب العالمين.